അപ്പോൾ ഇറ്റ്സ് മീ ദിൽ ബോക്സ് ഗൈസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഗൈസ്, അപ്പം ഞാനും നമ്മുടെ മിഥുനും ഉണ്ട്. നല്ല വെയിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നമ്മുടെ എരുമേലി പോവാണ്. അപ്പോൾ വണ്ടി കിട്ടിക്കഴിഞ്ഞ് വണ്ടിക്ക് സീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്ന പോലെ നമ്മൾ സീറ്റ് ചെയ്യാൻ വേണ്ടി എരുമേലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ചേട്ടനെ ഒന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ഇതുപോലെ വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി ഒന്ന് വിളിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഇന്നലെ വിളിച്ചു, പക്ഷേ ഇന്നലെ ആ ടൈമിൽ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഏതായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എരുമേലി നമ്മുടെ മോഡേൺ അപ്പോൾസറി കടയിൽ ചെന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ കടയിലെത്തി കേട്ടോ. അങ്ങോട്ട് നമുക്ക് കയറി ചെല്ലാം. ഉണ്ട് ഇന്നലെ വണ്ടി തന്നെ ഇന്നലെ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഹെഡ് റെസ്റ്റ് ഉള്ളു. ഇതാണ് നമ്മുടെ ചേട്ടൻ കേട്ടോ. പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇന്നലെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാലുവേ ഇവിടെ വരുമ്പോൾ താമസമാകും. പിന്നെ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവല്ലോ എന്ന് ഓർത്താ പിന്നെ ഇന്നലെ ആ സമയത്തോടെ വരാൻ. അങ്ങനെ കാണിച്ചേക്കാം ചേട്ടോ. ഇതെ അപ്പോൾ ഈ സീറ്റാണ് നമ്മൾ അന്ന് വന്ന് കണ്ടിട്ട് പോയത്. ഈ സെയിം സാധനമാണ് എന്താ. അപ്പോൾ ഇതെല്ലാം റെഡിമെയ്ഡ് ചെയ്ത് വെച്ചേക്കാണ്. ഒന്നുകൂടെ നിങ്ങളെല്ലാ കളക്ഷനും കാണിച്ചേക്കാം. ഇഷ്ടപ്പെട്ടതാ. അങ്ങനെയുണ്ട്. ഇത് ഹെഡ് ഡ്രസ് ഉള്ള. അപ്പം ഹെഡ് ഡ്രസ് ഇല്ലാത്തതുണ്ട്. ഇത് താഴെയൊക്കെ ഇരിക്കുന്ന ഹെഡ് ഡ്രസ് ഇല്ലാത്ത കേട്ടോ. എന്തോ ആ ഇന്നലെ ഇറങ്ങിയുള്ളന്ന് ഗൈസാണ് ചേട്ടനെല്ലാം സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അവൻ്റെ ആ പട്ടയുടെ ആ സീറ്റിൻ്റെ ആ പട്ടയുടെ അവിടെ നിന്ന് ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് തോന്നുന്നു. സെറ്റ് ചെയ്യാൻ നേരത്തെ ഹോൾ ഇട്ടൊക്കെ വെക്കണം. ഗൈസ്, പരിപാടിയൊക്കെ നടക്കട്ടെ. അപ്പോൾ ഫ്രണ്ട് സീറ്റ് നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കമ്പനി വന്ന ആ ഒരു സെറ്റപ്പിൽ തന്നെ ഇരിക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചൂടെ ഹൈറ്റ് കൂടി വേണം നമുക്ക് വേണം. അപ്പോൾ എന്നാണ് നമ്മുടെ ഇതിൻ്റെ ഇവിടെ ഹോളും കാര്യങ്ങളും വേണം പട്ടയ്ക്ക്. എന്തോ മേല് കണ്ടോ നീ? മുക്കെന്തിനാമാര് അപ്പോൾ ഇവിടെ അതാണ്ട് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അന്ന് വന്നപ്പോഴും ഇവിടെ തന്നെയാണ് നമ്മൾ കയറി കാണിച്ചത്. അപ്പോൾ ഇപ്പോഴും നിലവിലെ കളറും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇരിക്കുന്നത്. മൊത്തം റെഡിമെയ്ഡായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറും അതിനുള്ള ചാരും കാര്യങ്ങളും എല്ലാം ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാം നല്ല ഇതായിട്ട് സെറ്റായിട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം ഇങ്ങനെ ചാരി വെച്ചേക്കുന്നതാണ്. എന്നിട്ട് ഏത് വേണേലും നമുക്ക് വന്ന് ഇവിടെ വന്ന് സെലക്ട് ചെയ്യാം. വലിയ പരിപാടിയൊന്നുമില്ല. ഇപ്പം തന്നെ ഒന്നും വേണ്ടല്ലോ. നമ്മൾ വന്നപ്പം തന്നെ ചേട്ടൻ എല്ലാ പരിപാടിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് താഴോട്ട് പോയി നോക്കാം കേട്ടോ. മിഥുനോട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നീ വന്നിട്ടുണ്ടോ? നേരത്തെ വന്നിട്ടുണ്ടോ അവിടെ അമ്പലത്തിൽ? സീറ്റ് നീ ഫേസ്ബുക്ക് കണ്ടില്ലേ? എരുമേലി സീറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്.
പറഞ്ഞ തിരിച്ചു പോകുമ്പോൾ അവൻ കിടന്ന് ഉറങ്ങി പോകുമെന്നാണ് അവൻ പറയുന്നത്. സീറ്റൂടെ വരുമ്പോഴത്തേനും അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ മൊത്തം ബ്ലാക്കല്ല ചെയ്തേക്കുന്നതുകൊണ്ട് ബാക്കി തട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. അത് നമ്മുടെ പൂജയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം. മാറണ്ടാട്ടോ ഇത് നമ്മ ഇതിലേക്ക് കാണിച്ചടാ. ഇതാ പുറകോട്ട് ഫ്രണ്ടിലത്തെ സീറ്റിൻ്റെ അഴിക്കുവാണ്. थोड़ा ऊपर करो चार ओके ഇതിൻ്റെ നമ്മുടെ ഫ്രണ്ട് സീറ്റ് എന്നാ ഹൈറ്റ് കുറവായ കാരണം ചേട്ടനതായി ഇച്ചിരി കൂടെ ഫോം ഇട്ട് സെറ്റാക്കി തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. डाउन आएगा നമ്മുടെ ആ സീറ്റിന് പൊക്കം കുറവായ കാരണം 10 മിനിറ്റ് പണി കൂടിയാലും സാരമില്ല. ഫോം വൃത്തിയായിട്ട് ഒരു ഫോമിന്റെ ഇത് വരുന്നു. നമ്മുടെ സീറ്റിന് പൊക്കം കുറവായിരുന്നു തീരെ. അപ്പോൾ അത് കാരണം ചേട്ടൻ ഇച്ചിരി കൂടെ ഫോം കയറ്റി ആ സീറ്റ് സെറ്റാക്കി തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളൂ ഒത്തിരി താന്നായിരിക്കും. നോർമൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഫോം കൂടെ കയറ്റിയാണ് ചേട്ടൻ രണ്ടാമത് അയച്ചിട്ട് സെറ്റ് ചെയ്ത് തന്നേക്കുന്നത്. ചേട്ടാ ഇരിക്കണം പിടിച്ചോ.
വന്നിട്ട് ഇവിടെ 4 സ്ക്രൂ ഉള്ളൂ. അത് ഊരിയിട്ട് മേലെ ഇറങ്ങിയാൽ അപ്പോൾ നമ്മുടെ കറക്റ്റ് ഒരു സൈസ് അനുസരിച്ച് ഇരുന്ന് നോക്കി ആ കറക്റ്റ് ഒരു അളവിനാണ് ഇപ്പോൾ നമ്മുടെ ബാക്കിലത്തെ ഈ ചാരി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ക്ലീൻ ചെയ്യും, ക്ലീൻ ഇതാവുന്ന അടിച്ച് ക്ലീൻ ചെയ്ത് മനസ്സിലായി. അപ്പം സെറ്റാണ് കേട്ടോ. ഇപ്പം കണ്ടില്ല, നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ പോലും എടുത്തില്ല. നമ്മൾ ഞാൻ വെച്ചായിരുന്നു ഈ പോലെ പടപടയുന്ന കാര്യങ്ങളെല്ലാം വേണം, ഒരു രക്ഷയില്ല. അപ്പം ഉള്ളൊരു ഔട്ട് നിങ്ങളെ ഞാൻ എപ്പോഴും ഇങ്ങനെ കാണിക്കാതെ വെട്ടിച്ച് പോകുന്നത് നമ്മുടെ ഫൈനൽ ഫുൾ ലുക്ക് നമ്മുടെ വണ്ടി പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങളെ കാണിക്കാതെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു അണ്ണാ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞില്ലേ? അപ്പോൾ ഞാൻ കണ്ടല്ലോ, ഇവർ രണ്ടുമാണ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ പഴയ നമ്മുടെ വീഡിയോ കൊടുത്ത പോലെ ഇതിനകത്ത് ഞാൻ കൊടുക്കാം. അപ്പം നേരെ ചേട്ടനെ വിളിച്ചിട്ട് നേരെ ഇങ്ങ് പോന്നാൽ മതി കേട്ടോ. അപ്പോൾ അരമണിക്കൂർ പോലും എടുത്തില്ല, നമ്മൾ വന്ന് പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കാഴ്ച കട അപ്പം പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇവിടെ നിയോൺ സ്ലിപ്പിൻ്റെ പരിപാടി എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാ ആക്സറീസും കാര്യങ്ങളും അവരോട് ചെയ്യും. അപ്പം ഇതാണ് നമ്മുടെ മോഡേൺ അപ്പോൾസറി, നമ്മുടെ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് പറ്റി ഞാൻ വേറെ എടുത്തു. അപ്പം ഗൈസ്, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വയറും കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ചുമ്മാ കൊടുത്തിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാനിവിടെ ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ അത് ആ വയറൊന്ന് സെറ്റാക്കിയിട്ട് നേരിട്ട് ഫ്യൂസ് വഴി സെറ്റാക്കി അത് സെറ്റ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ചേട്ടനത് വർക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇവിടെ നിന്നുള്ള വയറ് തീരെ കനം കുറഞ്ഞ വയറാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൂടെ നമുക്ക് അതിൽ ഇവിടെ നിന്ന് തന്നെ കയ്യോടെ അങ്ങ് മാറ്റാം. അപ്പോൾ ഇതിനെ അയച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് കേജ് കൂടിയ വയർ ഇടുകയാണെന്നുണ്ടെങ്കിൽ മേളിലോട്ട് അതാണോ എന്ന് അറിയത്തില്ല, അത് തന്നെ ആയിരിക്കും. അത് തന്നെ ആകാനാ ചാൻസ്. അതിൽ കുത്തിന്ന് ഇവിടുന്ന് അത് തന്നെ ഇട്ടേക്കുന്നല്ലേ. ഇതിനകത്ത് ഇതിനൊക്കെ വരുന്ന സംഭവം ഇത്രേ ഉള്ളത് കണ്ടോ. നമ്മള് കേബിൾ ഇടുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു 4mm ഏറ്റവും കുറഞ്ഞു വരുന്നു. 4mm. ഇത് 5 നമുക്ക് ഈ ഇതിൽ വിടണം. ഇതിന്റെ ഇത് കണ്ടോ, ചേമ്പ് പിടിച്ച് നിൽക്കും, നല്ല കട്ടിയുണ്ട്. അത് നമ്മുടെ കൈ കിഴിയും. പക്ഷെ ഇത് കണ്ടോ, ചുമ്മാ പഞ്ഞി പോലെ ഇരിക്കുന്നു. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടികളും യാത്രകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഓട്ടോയും കൊണ്ട് നമ്മൾ അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ എല്ലാം വേണ്ടിയുള്ള അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നതായിരുന്നു ഗൈസ്. അതായത് ലോങ് ട്രിപ്പിൻ്റെ ഒരു ക്ലൈമാക്സ് ആയിരുന്നു നമ്മുടെ എരുമേലി ട്രിപ്പ് കേട്ടോ. അപ്പോൾ എരുമേലി ചെന്ന് സീറ്റ് വെക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ കട്ടപ്പന കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു ലോങ് ആയിട്ട് നമ്മൾ വണ്ടി കൊണ്ട് പോയി ചെയ്തൊരു വർക്ക്. അപ്പോൾ ഇന്നലെ നമ്മൾ അങ്ങനെ പോയ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഞാൻ അധികം പറയുന്നില്ല, വെച്ചാൽ നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ഇത് ഫിറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഇതും അതിനടുത്ത ടൈമും കാര്യങ്ങളും മാത്രമേ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്ത നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഫുള്ള് അതായത് A to Z നമ്മൾ റിവീൽ ചെയ്യുന്നതാണ് നമ്മുടെ വണ്ടിയുടെ കേട്ടോ. അപ്പോൾ ഏതായാലും ഗൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.